എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഇന്ന് രാത്രി അവരെന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും തലേ ദിവസം രാത്രിത്തെയാണ് നോക്കുന്നത്. ഇന്ന് രാത്രി ഇനി എന്തായിരിക്കും അവർ ചിന്തിക്കാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഇന്ന് രാത്രി എന്തായിരിക്കും ചിന്തിക്കുക? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഇന്നത്തെ ദിവസം എന്തായിരിക്കും? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിൽ എന്തായിരിക്കും ഇന്ന് അവർക്ക് വേണ്ടി ചിന്തിക്കുന്നത്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഇന്നത്തെ ദിവസം ലേറ്റ് നൈറ്റിൽ അവരെന്തായിരിക്കും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു തരാം. എടുക്കുകയാണ് കേട്ടോ. 9 of Pentacles, 2 of Cups, good. 9 of Wands, Strength, 8 of Pentacles, Queen of Pentacles, Knight of Cups, 4 of Pentacles, good. 4 of Cups, ഭയങ്കര മിസ്സിങ് എനർജി. Sun, 6 of Pentacles, Magician, 9 of Swords. ഉറക്കമില്ലായ്മ അവർ ഫീൽ ചെയ്യും കേട്ടോ. ഇന്നത്തെ ദിവസം അവർ ഉറക്കമില്ലായ്മ ഫീൽ ചെയ്യുന്നതായിട്ട്, എണീറ്റിരുന്ന് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും ആണ് കാണുന്നത്. ഇന്നത്തെ ദിവസം രാത്രി അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പിക്ചേഴ്സ് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അവർ നോക്കും. നിങ്ങളുടെ പുതിയൊരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തോ ഒരു മാറ്റം കണ്ടിട്ട് അവർ അങ്ങനെ ഭ്രമിച്ച് നോക്കുക എന്ന് പറയില്ലേ, ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുന്നതായിട്ടും, നിങ്ങളുടെ ഫോട്ടോസ് അതുപോലെ മെസ്സേജസ് എന്തെങ്കിലും നേരത്തെ നിങ്ങൾ അയച്ചിട്ടുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് കുറച്ച് ഫോക്കസ് വരുന്നതായിട്ട് കാണുന്നു. രാത്രി എണീറ്റിരുന്ന ഉറക്കമില്ലായ്മ ഓവറോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറവാണെന്ന് തോന്നുന്നു ഉറക്കം. നിങ്ങളെ വന്ന് കാണുന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കും. ഓക്കെ, കാരണം റീയൂണിയൻ്റെ കാർഡാണ് 2 of Cups. ഓക്കെ, കാണുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ. പക്ഷേ എന്നാലും അവർ ചിലപ്പോൾ നിങ്ങളെ കാണുന്ന സമയത്ത് ഓവർ എക്സൈറ്റഡായി പോകരുത്, ഇത്തിരി ക്ഷമയോടെ വേണം നിൽക്കാൻ എന്നൊക്കെ സ്വയം അതും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഓവർ എക്സൈറ്റഡ് ആയിട്ട് കുളമാക്കരുത്, ഒന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിന്നിട്ട് വേണം, ചുറ്റും ആൾക്കാരുണ്ടെന്നുള്ള ബോധം വേണം എന്നൊക്കെ സ്വയം അതും പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രം ക്ഷമയോടെ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ കാണാൻ സാഹചര്യം വരുന്നത് നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എൻവയറമെൻറ്റിലായിരിക്കാം. വർക്ക് എൻവയറമെൻറ്റിൽ വെച്ചിട്ട്, അത് ഓഫീസിലാവട്ടെ പുറത്താവട്ടെ എവിടെ ആയാലും നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യത്തിനായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഈ കാര്യത്തിൽ, ഈ വർക്കിൽ നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാനുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് അവിടെ വെച്ച് പോസിബിൾ അല്ല എന്നുള്ളൊരു രീതി. ചിലപ്പോൾ കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് തരും, ഒരു ഷേക്ക് ഹാൻഡ് തരും, വളരെ കോർഡിയലായിട്ട് സംസാരിക്കും, പ്രിറ്റൻഡ് ചെയ്യും ഒരു റൊമാൻസ് അല്ല, ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ കൊളീഗ്സ് ആണെന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഇത്തിരി ബലം പിടിച്ച് നിൽക്കുന്നതായിട്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലൊരു ലഡ്ഡു പൊട്ടിയെന്ന് പറഞ്ഞ പോലെയാണ്. വല്ലാത്ത പൊസസീവായിട്ടും ഫീൽ ചെയ്യും കേട്ടോ. കാരണം മറ്റുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഓഫീസിലല്ലേ, അപ്പോൾ അവിടെ വന്ന് കാണുന്നതിനെപ്പറ്റി, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത പൊസസീവ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ വർക്ക് റിലേറ്റഡ് കാര്യത്തിന് മീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അവിടെ വെച്ച് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എന്ത് ഗിഫ്റ്റ് തരണം, മറ്റുള്ളവർ സംസാരിക്കുന്ന ആലോചിക്കുമ്പോൾ ഒരു ജലസ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് അവർ ഇന്ന് രാത്രി ഉണ്ടാവുക. ഓക്കെ, ഉടനെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നിങ്ങളുടെ പേഴ്സണെ എൻ്റെ ഓഫീസ് റിലേറ്റഡ് കാര്യത്തിനും വല്ല മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കും അവരുടെ പെരുമാറ്റം കേട്ടോ. അതുപോലെ കാണുമ്പോൾ സന്ദർഭം കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഐ മിസ് യു എന്ന് പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഹാപ്പിയാണ്. അത് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാണ്. നിങ്ങളെ ഉടനെ കാണാൻ പറ്റും, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷവും അവർ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഇവർ അപ്രോച്ച് ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞ് അപ്രോച്ച് ചെയ്യണമല്ലോ. എന്തെങ്കിലും ഫൈനാൻസ് റിലേറ്റഡ് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്നോ അല്ലെങ്കിൽ ഫൈനാൻസസ് തരാനുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഓഫീസിൽ മറ്റുള്ളവരുണ്ടാവുമല്ലോ ചുറ്റിനും. ഒരു മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ടീമാണ്, അവരൊക്കെ ചുറ്റും കാണുമല്ലോ. അപ്പോൾ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവരുണ്ടാക്കിയ പ്ലാനാണ്. ഫൈനാൻസസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കരിയർ സംബന്ധമായ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ സംസാരിക്കുന്ന പോലെ ചെയ്യാം എന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. തോട്ട്സ് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ കേട്ടോ. ചിന്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. കിടന്നിട്ട് കിടപ്പുറയ്ക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത്. വീണ്ടും അടുത്തത് ലവേഴ്സ്, നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർ ചിന്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സ്നേഹം നിറഞ്ഞു കവിഞ്ഞ്, കാരണം ഉടനെ കാണാൻ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. നിങ്ങളുമായിട്ട് ഒരു ബാലൻസിൽ എത്തണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഓവർ എക്സൈറ്റഡ് ആയിട്ട് കുളവാക്കരുത്, വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കണം. നിങ്ങളെ കാണുമ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കണം. സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവരിങ്ങനെ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ എന്തൊക്കെ പറയാം, അത് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ മനസ്സിൽ. അതുപോലെ വീണ്ടും വർക്ക് റിലേറ്റഡ് കാർഡാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ്. വർക്ക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ആയിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നത്. അതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടുപേർക്കും അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടും ആ വർക്കിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു ടീമിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് വേണമായിരിക്കും ആ കാര്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വന്നു പോകും എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖം അവർ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് താല്പര്യപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കും ഇന്ന് രാത്രി എന്ന് കാണുന്നു. ഓക്കെ, അല്പസ്വല്പം റൊമാൻറ്റിക് ടൈം നിങ്ങളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ചിന്തകളെല്ലാം അതുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കാര്യവും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഈ ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രണ്ടുപേരും കൂടി തീരുമാനിച്ചാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു മെസ്സേജ് അയക്കണം എന്നുള്ള കാര്യവും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്ന സമയത്ത് കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളൊത്ത് സ്പെൻഡ് ചെയ്യണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് സംസാരിക്കണം, ജോളി ടൈം സ്പെൻഡ് ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പോലെ 2 കാർഡ് ഇവിടെ എടുക്കാം, സമയമുണ്ടല്ലോ. ഷോർട്ട് റീഡിംഗ് ആണ് കേട്ടോ ഇന്ന്. മറ്റുള്ളവരെ കൂടെ ഉള്ളത് കാരണം അധികം സ്നേഹം പ്രകടിപ്പിക്കാനും പാടില്ല എന്നും അവർ പ്രാക്ടിക്കലി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പുറമേക്ക് കുറച്ച് ക്ഷമയോടെ വേണം, കോഷ്യസ് ആയിട്ട് വേണം നിൽക്കാൻ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം ആ ഇവൻ്റ് സക്സസ്ഫുൾ ആക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ചെയ്യുന്ന പ്രോജക്റ്റ് ആയാലും ഇവൻ്റ് ആയാലും മീറ്റിംഗ് ആയാലും എന്ത് തന്നെയായാലും അത് സക്സസ് ആക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്
സക്സസ് ആക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലാസ്റ്റ് കാർഡ്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് എത്തിയാൽ മതി എന്ന് അവരാലോചിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നുള്ള ഒരു ഫീലിംഗ് വളരെ തീവ്രമായിട്ട് അവർക്ക് ഉണ്ടാവും രാത്രി. ഓക്കെ, അടുത്ത വണ്ടിയിൽ കയറി അങ്ങ് പോയാലോ എന്നുള്ള പ്ലാനിങ്ങും അവിടെ നടക്കും എന്നൊക്കെ കാണുന്നു. ഓക്കെ, പേണിട്ടിരുന്ന് ചിന്തിക്കട്ടെ അല്ലേ, കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ മതി. ചിന്തയിൽ മാത്രം നിർത്താതെ പ്രാവർത്തികമാക്കിയാൽ മതി. അതാണ് ഇന്ന് രാത്രി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, കൂടുതലും ഇതൊരു സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കണക്റ്റ് ആയതുപോലെ തോന്നുന്നു അല്ലേ. ഉടനെ വർക്ക് റിലേറ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അവരുടെ ഇതായിട്ടുള്ളൊരു കണക്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കറണ്ട് പോയി, അതാണ് പെട്ടെന്ന് ഇരുട്ടായി. അങ്ങനെ അപ്പോൾ ഷോർട്ട് റീഡിംഗ് ആണ്, ഫൺ റീഡിംഗ് ആണ്. ഓക്കെ, ഷോർട്ട് റീഡിംഗ് ആണ് കേട്ടോ ഇന്ന്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേറെന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.